വാഴപ്പള്ളി മണ്ടോത്തിപ്പടിക്ക് സമീപം ജനവാസമില്ലാത്ത ഒഴിഞ്ഞ പറമ്പ് ലഹരി സംഘങ്ങളുടെ കേന്ദ്രമാകുന്നുവെന്ന് പരാതി. കഴിഞ്ഞ ദിവസം വാർഡ് കൗൺസിലറുടെ പരാതിയെ തുടർന്ന് എക്സൈസ് സംഘം ഇവിടെ പരിശോധന നടത്തി. സിറിഞ്ചുകളും മദ്യക്കുപ്പികളും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും എക്സൈസ് സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. വാഴപ്പള്ളി മണ്ടോത്തിപ്പടിക്ക് സമീപം ജനവാസമില്ലാത്ത ഒഴിഞ്ഞ പറമ്പ് ലഹരി സംഘങ്ങളുടെ കേന്ദ്രമാകുന്നുവെന്ന് പരാതി. കൗൺസിലർ കെ സുബൈറിന്റെ ഇടപെടലിനെ തുടർന്ന് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ, 100 കണക്കിന് സിറിഞ്ചുകൾ, മദ്യക്കുപ്പികൾ, നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവ കണ്ടെടുത്തു. ഇതേ തുടർന്ന് എക്സൈസ് പരിശോധനകൾ വ്യാപകമാക്കി. രാത്രികാലങ്ങളിൽ വിദ്യാർത്ഥികളടക്കമുള്ളവർ ഇവിടെ എത്താറുണ്ടെന്നും ബഹളവും കയ്യാങ്കളിയും പതിവാണെന്നും നാട്ടുകാർ നേരത്തെ തന്നെ എക്സൈസിനെ അറിയിച്ചിരുന്നു. എന്നാൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടിയുണ്ടായില്ല. കൗൺസിലർ ഇടപെട്ടതോടെയാണ് എക്സൈസ് സംഘം പരിശോധനയ്ക്ക് തയ്യാറായത്. കിഴക്കൻ മേഖല കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് വൻ രാസലഹരി മാഫിയ പ്രവർത്തിക്കുന്നതായാണ് വിവരം. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ലഹരിമരുന്നുമായി പിടിയിലാകുന്നവരിൽ മൂവാറ്റുപുഴ സ്വദേശികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നതാണ്. പച്ചക്കറിയും പഴങ്ങളും പ്ലൈവുഡ് കയറ്റി വരുന്ന ലോറികൾ വഴിയാണ് പ്രധാനമായും രാസലഹരി മൂവാറ്റുപുഴയിലെത്തുന്നത്. മുൻപ് ഇത്തരം ലോറികളിലെ ജീവനക്കാരെ എക്സൈസ് പിടികൂടിയിരുന്നെങ്കിലും ജാമ്യത്തിലിറങ്ങുന്ന ഇവർ വീണ്ടും ലഹരി വിൽപ്പനയിൽ സജീവമാകുന്നുണ്ടെന്ന് ആക്ഷേപമുണ്ട്. ലഹരി വിൽപ്പനക്കാരെയും ഉപയോഗിക്കുന്നവരെയും കണ്ടെത്താൻ രാത്രികാല നിരീക്ഷണം ശക്തമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. പ്രദേശത്ത് അപരിചിതമായ വാഹനങ്ങളെയോ വ്യക്തികളെയോ അസമയത്ത് കണ്ടാൽ ഇക്കാര്യം കൈമാറണമെന്ന് അധികൃതർ അറിയിച്ചു. 925 ഇറ്റാലിയൻ സിൽവർ ഓർണമെന്റ്സിന്റെ അതിവിപുലമായ ശേഖരമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. എമറാൾഡ്, റൂബി, സഫൈർ തുടങ്ങി എല്ലാ ബെർത്ത് സ്റ്റോണുകളും ഇവിടെ ലഭ്യമാണ്. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ.